ഇത്തവണ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോണത്. അവരെന്തുണ്ടാക്കുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, പക്ഷെ ബെസ്റ്റ് നമ്മുടേതായിരിക്കണം. അതിപ്പോ ഇത്ര പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ ഗൈസ്, ഈ വിഷുക്കട്ട പരിപാടി നമ്മൾ തൂക്കും. അറിയാലോ, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു പൊളപ്പം പായസം തന്നെ നമുക്ക് ഉണ്ടാക്കണം. ഇതൊക്കെ വല്ല നടക്കുമോ? ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുണ്ടാക്കുന്നത്. എന്റെ പൊന്നിയേട്ട നെഗറ്റീവ് അടിക്കല്ലേ. പായസത്തിന്റെ ടേസ്റ്റ് കൂടാല്ലേ മർമ്മത്തിന്റെ ഫ്രഷ് മിൽക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാനും പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ ഒത്തുപിടിക്കുന്നു, പായസം ഉണ്ടാക്കുന്നു. നമ്മളൊരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുടിച്ചിട്ട് പറയണം. ഇതൊരു അൾട്രാ സ്പെഷ്യൽ വിഷുക്കട്ടയാണ്. കഴിച്ചിട്ട് പറയണം. ഞാൻ പോയി ടേസ്റ്റ് നോക്കാം. എത്ര നല്ലതാണെങ്കിലും കൊള്ളത്തിലെന്ന് പറഞ്ഞേക്കണം നമ്മുടെ അഭിപ്രായ പ്രശ്നമാണ്. എന്നിട്ട് ഞാൻ പോകുന്നത് പോയിട്ടോ. ഇത് കൊള്ളാലോ, കിടലനായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞേ. എന്തൊരു കിടിലൻ വിഷുക്കട്ടയാണിത്. സൂപ്പർ, അടിപൊളി. നശിപ്പിച്ച് വന്ന് വാ വിളിച്ചിക്കാതെ വന്ന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സൗഹൃദാന്തരീക്ഷത്തിൽ വീറും വാശിയും ഒക്കെ നല്ലതാണെങ്കിലും നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന ചിന്ത എപ്പോഴും വേണം. സമാധാനവും സന്തോഷവും നന്മയും നിറയുന്ന കാലം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.